ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ യാത്ര പാലക്കാട് ജില്ലയിലെ ഹൃദയത്തിനാകർഷമായ ഹരിതഭംഗിയാൽ മനോഹരമായ നെല്ലിയാമ്പതിയിലെ മിസ്റ്റ് വാലി എന്ന കൊടും കാടിനകത്തെ ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ ഇന്നെൻ്റെ ഫാമിലി യാത്ര ഞാൻ രാവിലെ ആലപ്പുഴയിൽ നിന്ന് യാത്ര തിരിച്ചതാണ്. എന്തായാലും മിസ്റ്റ് വാലിയെക്കുറിച്ചും മറ്റുള്ള എൻ്റെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ പിന്നീട് വരുന്ന ഇതിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. എന്തായാലും മിസ്റ്റ് വാലി അനുഭവം അടിപൊളിയാണ്. ഒരു വട്ടം ഞാൻ യാത്ര പോയത് ഒരു സ്ഥലമാണ്. ആ യാത്രയിൽ പോയി കഴിഞ്ഞപ്പോൾ ഫാമിലിയോട് കൊണ്ടുപോകണമെന്ന തോന്നലോടുകൂടിയാണ് കേട്ടോ ഈ യാത്ര വീണ്ടും ഞാൻ സംഘടിപ്പിച്ചത്. ഞങ്ങൾ പാലക്കാട് എത്തി കേട്ടോ. പാലക്കാട് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആ കുതിരാൻ ടണൽ വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. നമ്മുടെ യാത്രാ സൗകര്യങ്ങളും അടിസ്ഥാന വികസനങ്ങളൊക്കെ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ യാത്രയും നമ്മുടെ സമയങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ലാഭിക്കാൻ കഴിയും. ഈ ടണൽ വരുന്നതിന് മുമ്പ് ഈ കുതിരാൻ കയറ്റം എന്ന് പറയുന്ന യാത്ര വളരെ ദുസ്സഹമായ ഒരു യാത്രയായിരുന്നു കേട്ടോ. എല്ലാ വണ്ടിക്കാർക്കും മണിക്കൂറുകളോളം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ കുതിരാൻ കയറി ഇറങ്ങി പോകാൻ കഴിയുള്ളൂ. ഈ ഒരു ടണൽ വന്നതോടുകൂടി നമ്മുടെ അടിസ്ഥാന വികസനത്തോടുകൂടി തന്നെ നമുക്ക് ആ യാത്രാ സൗകര്യം വളരെ എളുപ്പമായി. ഈ ടണലിൻ്റെ ഒരറ്റത്ത് നിന്ന് കയറി മറ്റേ അറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ആ ടണൽ എൻഡ് തീരുമ്പോൾ ആ വളരെ മനോഹരമായ അപ്പുറത്തെ ഭൂപ്രദേശം തെളിഞ്ഞു വരുന്നൊരു കാഴ്ച വളരെയധികം മനോഹരമാണ് കേട്ടോ. അങ്ങ് ദൂരെയായി കാണുന്നില്ലേ ആ കുതിര ടണലിൻ്റെ ഒരു വശത്തെ ആ ഒരു വെളിച്ചം. ആ വെളിച്ചത്തേക്ക് നമ്മൾ എത്തുമ്പോൾ ആ പുറത്തെ കാഴ്ച നമ്മളുടെ കണ്ണിലേക്ക് തെളിഞ്ഞു വരുന്നത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. ആ ഒരു യാത്ര അടിപൊളിയല്ലേ. ഇതാണ് നെല്ലിയാമ്പതിയിലേക്ക് പ്രവേശന കവാടമായിട്ടുള്ള ചെക്ക് പോസ്റ്റ് കേട്ടോ. ഇവിടെ നമ്മുടെ വാഹനത്തിൻ്റെ നമ്പറും ഡീറ്റെയിലും ഒക്കെ കൊടുത്തിട്ട് വേണം അകത്തോട്ട് പ്രവേശിക്കാൻ. അപ്പോൾ ഒരു സ്ലിപ്പ് അവർ തരും. തിരികെ വരുമ്പോൾ ആ സ്ലിപ്പ് നമുക്ക് തിരികെ കൊടുക്കണം കേട്ടോ. 4 മണി വരെ ഉള്ളൂ ഗസ്റ്റുകളുടെ വാഹനത്തിലെ പ്രവേശന സമയം. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് പ്രവേശനമില്ല കേട്ടോ. പിന്നെ പ്രവേശിക്കാം. ആ റൂമുകളോ എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അവരുടെ വണ്ടി നമ്പറും ഡീറ്റെയിലും ഒക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും അവരിങ്ങോട്ട് അയച്ചു കൊടുക്കുകയും ചെയ്താൽ ഇവിടെ കാണിക്കുമ്പോൾ ആ വാഹനം നമുക്ക് കയറ്റി വിടും കേട്ടോ. പിന്നീട് നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്ര നമ്മുടെ മനസ്സിനെയും നമ്മുടെ കണ്ണിനും കുളിർമ നൽകുന്ന നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് കേട്ടോ. നല്ല പച്ചിപ്പും ഹരിതാപമായിട്ടുള്ള ആ പ്രകൃതിയുടെ സൗന്ദര്യം കേട്ട് നമുക്ക് യാത്ര ചെയ്യാട്ടോ. ഈ കാണുന്നതാണ് പോത്തുണ്ടി ഡാമിൻ്റെ റിസർവെയർ. എല്ലാ സഞ്ചാരികളും ഇവിടെ വാഹനം അല്പനേരം നിർത്തി ഐസ്ക്രീം എന്ന് പറഞ്ഞ് സമയം ചെലവഴിക്കുന്നത് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. നമ്മളെപ്പോഴും നമ്മൾ കാണുന്ന ആദ്യത്തെ ഒരു കാഴ്ചയാട്ടോ നമ്മുടെ വാനരന്മാർ. അപ്പോൾ ആ റോഡിലുള്ള ഇരിപ്പും ആ വണ്ടി വരുമ്പം അതിനകത്ത് നോക്കുന്ന കാഴ്ചയുണ്ട്. അതിൻ്റെ കാരണക്കാർ നമ്മളൊക്കെ തന്നെ കേട്ടോ. നമ്മൾ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതങ്ങൾക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയും പിന്നെ അത് ആഹാരം സ്വയം തേടി ഇറങ്ങാനായിട്ടുള്ള അതിൻ്റെ മടിയനാക്കി മാറ്റുകയും ചെയ്യുന്നത് നമ്മളൊക്കെയാണ്. അപ്പോൾ കഴിവതും ഈ വൈൽഡ് ആനിമൽസിന് ഒരു കാരണമായിട്ട് നമ്മൾ ഫീഡ് ചെയ്യരുത്, ഭക്ഷണം കൊണ്ട് കൊടുക്കരുത്. കാരണം അത് സ്വന്തമായി അത് ആഹാരം തേടി ഇറങ്ങണ്ട. ഈ കാണുന്ന ഒരു വ്യൂ പോയിന്റാണ് കേട്ടോ. തമ്പുരാൻകുന്നാണ് അറിയപ്പെടുന്നത്. നല്ല ഒരു ആംബിയൻസ് നൽകുന്ന വാഹനങ്ങൾ നിർത്തി റെസ്റ്റ് എടുത്ത് ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റോ മറ്റു മാലിന്യങ്ങളോ ഇവിടെ നിക്ഷേപിക്കരുത് കേട്ടോ. ഈ പ്രകൃതി നമ്മുടേത് മാത്രമല്ല കേട്ടോ, വരുന്ന തലമുറയ്ക്ക് വേണ്ടി നാം സൂക്ഷിക്കേണ്ടത് കൊണ്ടാണ്.
ഈ കാണുന്ന ഭംഗി ഇതേപോലെ കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സാമ്പാറ് കഷ്ണങ്ങൾക്കെല്ലാം മുഴുത്ത കഷ്ണങ്ങളാണ്. സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ നോക്കി മിസ്റ്റർ വാലിയിലേക്കുള്ള യാത്രക്കിടയിൽ 2 മണിക്കാണ് കയറേണ്ടത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഊണ് കഴിച്ചിട്ട് കയറാമെന്ന് ഓർത്തിട്ട് അവിടെ നെല്ലിയാമ്പരി ഒരു ഹോട്ടലിലേക്ക് കയറിയുള്ള ഭക്ഷണം കഴിപ്പാട്ടാണ്. കുഴപ്പമില്ലാത്ത ഫുഡ്. ബിരിയാണി കൂടെ വന്ന് 2 ബിരിയാണി അടിക്കുക. നമ്മുടെ വണ്ടി ഈ ജീപ്പ് പാർക്ക് ചെയ്യുന്നിടത്തുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അങ്ങോട്ടേക്ക് പോകുന്നൊരു ഓഫ് റോഡ് ജീപ്പുണ്ട്. ജീപ്പിൽ നമ്മൾ വേണം കയറി മിസ്റ്റർ വാലിയിലേക്ക് പോകാൻ. ഇപ്പോൾ ഈ ജീപ്പ് അങ്ങോട്ട് പോകുന്നതിന് 3000 രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ. ഇത് നമ്മൾ കൊടുക്കണം. മറ്റേ ഈ ജീപ്പ് വാടക നമ്മൾ പേ ചെയ്യേണ്ടതാണ്. എന്തായാലും ഇവിടെ നിന്ന് ഇനി ഒരു കഠിനപരമായിട്ടൊരു യാത്രയായിരിക്കും അങ്ങോട്ട് മുന്നോട്ടുള്ളത്. നമ്മുടെ യാത്ര എന്തായാലും മിസ്റ്റർ വാലിയിലേക്ക് യാത്ര തുടങ്ങാം. നമ്മുടെ സാരഥി കുമാർ തെങ്കാശിക്കാരനാണ് കേട്ടോ. ഇവിടെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർക്ക് മാത്രമേ ഇവിടെ ഓഫ് റോഡ് ഡ്രൈവ് ചെയ്ത് നേരിട്ട് പോകും. സാധാരണ ജീപ്പിൽ 6 പേർക്കാണ് സാധാരണ കയറി പോകുന്നത്. നമ്മളെന്തായാലും 4 പേരെ ഉള്ളത് കൊണ്ടും വളരെ വിശാലമായിട്ട് ഒക്കെ പോകാൻ പറ്റും. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഓഫ് റോഡ് ഡ്രൈവൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കല്ലോ. സാധാരണ നമ്മൾ നെല്ലിയാമ്പതിയിൽ വന്നാൽ നെല്ലിയാമ്പതിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ജീപ്പ് സഫാരിയാണ് ഓഫ് റോഡ്. സാധാരണ ഗസ്റ്റ് വന്ന് ഞാൻ 2000 രൂപയിലേക്ക് കുമാറാൻ ചാർജ് വരുന്നത് അല്ലേ? 2000 രൂപ നമ്മൾ അടച്ചിട്ട് 2 വ്യൂ പോയിന്റിലേക്ക് ഒരു യാത്ര. അതൊരു ഓഫ് റോഡാണ്. അതൊന്ന് മിന്നാമ്പാറയും 2 മാട്ടുമലയുമാണ്. നമ്മൾ ഈ പിന്നെ ഒരു കാരാശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് നല്ല അടിപൊളി വ്യൂ പോയിന്റാണ്. ജീപ്പ് സഫാരി നമ്മൾ എടുക്കുമ്പോൾ 3ാമത്തെ കാരാശ്ശേരി കൊണ്ടുപോകാറില്ല. അത് പ്രത്യേകം പറഞ്ഞാൽ ജീപ്പിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. പക്ഷെ അതാണ് 2000 രൂപയ്ക്ക് 2 വ്യൂ പോയിന്റാണ്, മിന്നാമ്പാറയും മാട്ടുമലയും. അപ്പോൾ നമുക്കിപ്പോൾ മിസ്റ്റർ വാലി എന്ന് പറയുന്നത് ഈ 3 വ്യൂ പോയിന്റ് കഴിഞ്ഞ് 14 കിലോമീറ്റർ ഓഫ് റോഡ് പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ഈ മിസ്റ്റർ വാലി ഒരു റിസോർട്ട് കാടിനകത്താണുള്ളത്. ഈ റോഡ് നല്ല അടിപൊളി ഒരു ഓഫ് റോഡാണ് കേട്ടോ. എന്തായാലും പിന്നെ നമുക്കിവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ 60-80 രൂപ ഫീസും ജീപ്പിൻ്റെ ഇവരെടുത്ത് വേണം അത് കയറാൻ. ഇവിടുന്ന് ഓഫ് റോഡ് തുടങ്ങാം കേട്ടോ. നമ്മുടെ അതിൻ്റെ അകത്തൊക്കെയുള്ള എന്തായാലും മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. നല്ല കാഴ്ചാനുഭവങ്ങളും യാത്രാനുഭവങ്ങളുമായി നമ്മുടെ ഫാമിലിയോടൊപ്പം മിസ്റ്റർ വാലിയിലേക്കുള്ള യാത്രയിലാണ്. പിന്നെ നമ്മുടെ ചെക്ക് പോസ്റ്റ് ഇവിടെയാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കട്ട ഓഫ് റോഡാണ് കേട്ടോ. ഞാൻ നമ്മുടെ ജീപ്പിൻ്റെ വരവ് കണ്ടില്ലേ, വല്ലാത്തൊരു അനുഭവം കേട്ടോ. ഇവിടെ നിന്ന് നമ്മുടെ ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇതാണ് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ്. ഞാൻ നമ്മുടെ ഡ്രൈവർ കുമാർ കേട്ടാ. ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ പാസ് എടുത്തിട്ട് വേണം കയറി പോകാനായിട്ട്. ഇവിടെ പെർ ഹെഡ് 80 രൂപയും ജീപ്പിന് 100 രൂപയും ചാർജ് ചെയ്യണം. ഇത് നമ്മൾ തന്നെ പേ ചെയ്യണം കേട്ടോ. ഒരു കാര്യം, ഇവിടെ ക്യാഷ് എടുക്കില്ല കേട്ടോ. ഗൂഗിൾ പേ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇതൊക്കെ ആന വന്നത് നിന്ന് കൊടുക്കുക. ആനക്ക് റൈറ്റ് ലെഫ്റ്റ് സെക്കൻഡ് കൊടുക്കുക.
ആന വന്നാല് കേട്ടോ മുത്താ, ആന വന്നാലേ റൈറ്റ് സൈഡ്. എന്തായാലും നമ്മുടെ യാത്രയിൽ വഴിയിൽ ആനയുണ്ടെന്ന് കേട്ടാ പറയണേ. എന്തായാലും കുമാർ നമ്മുടെ സാരഥി ആനയൊക്കെ നമ്മളെ കാണിച്ചു തന്നെ അടങ്ങുമെന്നുള്ള ഒരു വാശിയില്ല. അപ്പോൾ കുമാർ അതനുസരിച്ചുള്ള ആ ഓഫ് റോഡിലാണെങ്കിലും നമ്മളെ കംഫർട്ടായ ഡ്രൈവിങ്ങിലൂടെയാണ് കുമാർ നമ്മളെ കൊണ്ടുപോകണം കേട്ടോ. എന്തായാലും ഈ നെല്ലിയാമ്പതി യാത്രയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കുമാറിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം കുമാറിനെ വിളിച്ച് കറക്റ്റ് ചെയ്ത് പോയാൽ കുമാർ നമുക്ക് നല്ല രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങളും നല്ല കംഫർട്ടായിട്ട് ഡ്രൈവിംഗ് ഒക്കെ ചെയ്ത് തരും കേട്ടോ. ഈ പോകുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ നെല്ലിയാമ്പതിയിൽ നിന്ന് പുളിയമ്പാറയിൽ നിന്നും ഈ മിന്നാമ്പാറയും മാട്ടുമല വ്യൂ പോയിന്റിലേക്ക് വരുന്നതാണ് കേട്ടോ. യാത്രയിൽ കാണുന്നതൊക്കെ പഴയ എസ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പം അത് കൃഷി എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് എസ്റ്റേറ്റിന് കൊടുക്കുമ്പോൾ അവിടെ കൃഷിയും കൈകാര്യം നടത്തില്ലെങ്കിൽ അത് ഗവൺമെൻറ് തിരിച്ചെടുക്കും. അങ്ങനെ ഇത് ഗവൺമെൻറ് തിരിച്ചെടുത്ത സ്ഥലമാണ് കാണുന്നത്. ഈ കുമാർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാട്ടോ നമുക്ക് ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം നമ്മുടെ മിന്നാമ്പാറയും മാട്ടുമലയൊക്കെ വ്യൂ പോയിന്റ് നാളെ പോകുമ്പോൾ തിരിച്ച് നമുക്ക് കാണാം സാറേ. ആനയെ കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷെ ആ കൊണ്ടുവന്ന കാഴ്ചയിൽ നോക്കി നമുക്ക് കിട്ടിയ ആ കാഴ്ച മലഞ്ചെരുവിൽ ആനയെ കാണുന്ന ആദ്യമായിട്ടാണ്. ഇതൊരു കാരാശ്വരി വ്യൂ പോയിന്റ് കേട്ടോ. നെല്ലിയാമ്പതി ജീപ്പ് സഫാരിയിലെ 3ാമത്തെ വ്യൂ പോയിന്റാണ് കാരാശ്വരി വ്യൂ പോയിന്റ്. ഇവിടം വരെ ജീപ്പിന് ഫോറസ്റ്റ് പെർമിഷൻ കൊടുക്കാറുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിസ്റ്റ് വാലിയിലേക്കും അയർ വാലിയിലേക്കുള്ള റിസോർട്ടിലേക്ക് പോകുന്ന അവർക്ക് മാത്രമേ പാസ് കൊടുക്കാറുള്ളൂ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഈ നമ്മൾ കാരാശ്വരി വ്യൂ പോയിന്റ് നമുക്ക് വേറൊരു ക്ലൈമറ്റ്, കംപ്ലീറ്റ് മിസ്റ്റ് വന്നിട്ട് നമുക്ക് വല്ലാത്ത ഒരു ആംബിയൻസ്, നമുക്ക് മൊത്തം തെളിയും. എന്താ പറയുക, ഓരോ കാഴ്ചകളും ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്തെ കാഴ്ചകൾ നമുക്ക് വ്യത്യസ്തമായി. ചെറിയൊരു പ്രതിഷ്ഠയുണ്ട് കേട്ടോ, ചെറിയൊരു അമ്പലം കാണുന്നുണ്ട്. നല്ല ഈ മലയുടെ മുകളിൽ നല്ലൊരു ആംബിയൻസ് ആണ്, നോക്കി നല്ല രസമല്ലേ. എങ്ങനെയുണ്ട് ഇതാ ഇതാ വീട് ഒരു സൈഡിലോട്ട് പോയി പൊങ്ങി രീതി. എങ്ങനെയുണ്ട്? പൊങ്ങിയ പിന്നെയും വീഴും. അപ്പൊ വീടിനടുത്ത് തന്നെ കിടക്കുന്നതല്ല, അവിടെ കിടന്ന് അടിച്ചോളും. ഈ മിസ്റ്റ് വാലിയുടെ 3 ഇവിടെ ഇതിനടുത്ത് തന്നെ ഉണ്ട്. ഗ്രീൻ ഹൗസ്, റെഡ് ഹൗസ്, വൈറ്റ് ഹൗസ്. ഇവിടെ ഇങ്ങനെ പല രീതിയിലുള്ള കാറ്റഗറിയിലുള്ള താമസ സൗകര്യങ്ങളുള്ളത്. അപ്പം നമുക്ക് പിന്നെ ഹെറിറ്റേജ് ഉണ്ട്, ഡോർമെറ്ററി ഉണ്ട്. അപ്പം എന്തായാലും ഇന്ന് ഗസ്റ്റൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഒന്നും പറയാനില്ല, റിലാക്സ് ചെയ്ത് നമുക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക്, ടീയും ഒരു സ്നാക്സൊക്കെ കഴിച്ച് നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോവാം. ഉണ്ടല്ലേ? ചായയാണ് കട്ടനും ബിസ്ക്കറ്റുവാ? ബജി എന്താ? ബജിയും ചായയാ? കട്ടൻ ചായയും ഇങ്ങോട്ട് ചൂടുണ്ടോ? അടിപൊളിയാ? എവിടെ? അവിടെ വെച്ചിട്ടുണ്ടോ ചായ? ഇവിടെ ചായ എടുത്തിട്ടുണ്ടോ ശീലം? റൂം എടുത്തതിന് ശേഷം ഉമ്മായും മോളും കൂടി കറങ്ങാൻ പോയിരിക്കും കേട്ടോ. നോക്കി കാടും വീടൊക്കെ കയറി നടക്കുക. എടി അഴിവായ കരടിയോ വല്ലതും ഉണ്ടാന്ന് നോക്കണേ.
ആ പിടിച്ചോണ്ട് പോകുമ്പോൾ നിലവിളിക്കരുത്, കണ്ണോടിച്ചാൽ കിടന്നാച്ചാൽ മതി. മിസ്റ്റ് വാലി നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ നിന്നുള്ള കാഴ്ചയായിട്ടോ കാണുന്നത്. രക്ഷയില്ലാത്ത കാഴ്ചയല്ലേ ഇത്, ആംബിയൻസ് നോക്കിയാൽ. ഇത് ഞാൻ ഈ കഴിഞ്ഞ നവംബർ മാസം മിസ്റ്റ് വാലി സന്ദർശിച്ചപ്പോൾ അവിടുത്തെ അന്നത്തെ ആ ക്ലൈമറ്റും ആംബിയൻസാണ് കേട്ടോ. നോക്കിയേ, ഇതാ പറയുക, ഒരു സ്ഥലത്തൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും വരുമ്പോൾ പ്രകൃതി നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകൾ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത്. ഈ കാണുന്നതാണ് കേട്ടോ മിസ്റ്റ് വാലിയിലെ ഹെറിറ്റേജ് ഹോം സ്റ്റേ. ഇതാണ് മിസ്റ്റ് വാലിയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഹോം സ്റ്റേ. ഇതിന് പെർ ഹെഡ് 3500 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. ഇതിൻ്റെ മുന്നിലെ താമസവും രാവിലത്തെ ഇതിൻ്റെ മുന്നിലെ ആ പുൽത്തകടിയൊക്കെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയ്ക്കും മനോഹരമാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഡോർമെട്രി. ഇവിടെ പെർ ഹെഡിന് 2000 രൂപയാണ് ചാർജ് വരുന്നത്. 30 പേർക്ക് വരെ നമുക്കിവിടെ താമസിക്കാൻ കഴിയും കേട്ടോ. ഒരു ഗ്രൂപ്പായിട്ട് വരുന്നവർക്കൊക്കെ ഈ താമസം മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളായിരിക്കും കേട്ടോ. എന്തായാലും മിസ്റ്റ് വാലിയിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ യാത്രയിൽ നമ്മൾ ഡോർമെട്രി ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങൾ താമസിച്ച ഒരു കോട്ടേജാണ് കാണാം കേട്ടോ. ഇതിനകത്താണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ വരുന്നത്. ആ സ്റ്റേയുടെ ഫ്രണ്ടിൽ നിന്നും കാണുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു തടാകം പോലെയാണ്, ഒരു എന്താ പറയുക, ചെറിയൊരു ചെക്ക് ഡാം കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ടുള്ളൊരു യാത്രയിലാണ്. എന്തായാലും 7 മണി കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങരുതെന്നാണ് നിർദ്ദേശം. അപ്പോൾ എന്തായാലും 6 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നല്ല കരിങ്കുരങ്ങും അതുപോലെ തന്നെ മയിലിനെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാത്രി 8 മണിക്കൊരു നൈറ്റ് സഫാരി നമുക്ക് ഈ പാക്കേജിലുള്ളതാണ്. അതായത് അടിപൊളിയായിട്ടുള്ള മിസ്റ്റ് വാലിയുടെ പാക്കേജും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു ആംബിയൻസൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കുന്നത് വല്ലാത്ത ഒരു അനുഭൂതി നമുക്ക് നൽകും കേട്ടോ. എന്തായാലും ആദ്യത്തെ ഒരു കാഴ്ച നോക്കിയാൽ നിറച്ചു ആ മരത്തിൽ കരിങ്കുരങ്ങുകളാണ്. ആ മരത്തിൽ മൊത്തം കരിങ്കുകളുണ്ട്. നമ്മുടെ പ്രസൻസ് കണ്ടപ്പോൾ അവന്മാരുടെ വെപ്രാളം വരെ വെച്ച് നോക്കി നോക്കി. എന്താ യാവ് വാവ് അരേ എന്നെ ചാവ് എന്താ എന്താ കാഴ്ച നോക്കിയാൽ നല്ല നമ്മുടെ കേരളത്തിൻ്റെ പ്രദേശമായ പറമ്പിക്കുളം അറിയാലോ. പറമ്പിക്കുളത്തേക്ക് നമുക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്, അതായത് പൊള്ളാച്ചി വഴി നമുക്ക് പറമ്പിക്കുളം പോകാൻ വഴിയുള്ളൂ. അപ്പം തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കടന്ന് തമിഴ്നാട്ടിൽ ഫീസ് അടച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അല്ലാതെ നമുക്ക് പറമ്പിക്കുളം പോകാൻ കഴിയാവുന്ന റോഡാണ് നെല്ലിയാമ്പതിയിൽ നിന്ന് മിസ്റ്റ് വാലി വഴി വരുന്ന റോഡ്. ഇപ്പം എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ റോഡിൽ കൂടെയാണ് പറമ്പിക്കുളം പോകുന്ന റോഡ്. പറമ്പിക്കുളം എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് പോകാനൊക്കെ കഴിയും. പറമ്പിക്കുളം പോകും. ഇവിടുത്തെ ട്രൈബിൾസും ഈ പ്ലാന്റേഷനിലെ തൊഴിലാളികളൊക്കെ ഈ വഴി തന്നെയാണ് ഇവരുടെ കൃഷി ചെയ്ത കൃഷി വസ്തുക്കളെല്ലാം കൊണ്ടുവരുന്നതൊക്കെ ഈ റോഡ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ സാധാരണ ടൂറിസ്റ്റിനോ ഗസ്റ്റിനോ ഒന്നും ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ഗസ്റ്റോ നമുക്ക് എല്ലാ ടൂറിസ്റ്റായിട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊള്ളാച്ചി ചെന്ന് മാത്രമേ പറമ്പിക്കുളേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഈ റോഡ് ഒരു അതിമനോഹരമായ ഒരു പ്രദേശം തന്നെയാണ്. കൊടും കാടിൻ്റെ അകത്തോട്ടുള്ള പറമ്പിക്കുളം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയൊരു വൈബ് തന്നെ ആയിരിക്കും. എന്തായാലും ഈ റൂട്ട് നമുക്കൊരു 7 കിലോമീറ്ററും കൂടി മുന്നോട്ട് പോയാൽ ആയർ വാലി എന്ന് പറയുന്നൊരു റിസോർട്ടുകളുണ്ട്. അതുവഴി നമുക്ക് ഗസ്റ്റിന് പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗസ്റ്റിന് അങ്ങോട്ട് പ്രവേശനമില്ല. നമുക്ക് ഈ പാക്കേജിൽ ഉള്ളതാണ് കേട്ടോ. ശരി, ഒരു സഫാരി, 1 മണിക്കൂറത്തെ ഒരു സഫാരിയിൽ തന്നെ നമുക്ക് കാട്ടുപോത്തിന് എന്തായാലും സൈറ്റിങ് കിട്ടും. മറ്റുള്ള ആനിമൽസിനൊക്കെ ലൈറ്റിങ് കിട്ടും. നമ്മുടെ ഭാഗ്യം പോലെ. എന്നാലും ഇന്ന് അധികം വണ്ടികളും തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യത്തെ വണ്ടി നമ്മുടേതും ആയതുകൊണ്ട്
നല്ല കാഴ്ചകൾ കാണാൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ നമ്മുടെ നൈറ്റ് സഫാരിൻ്റെ സൈറ്റിങ്ങാണ് അത് മ്ലാവ്. ഈ മ്ലാവിനെ കാട്ടുപോത്തിലേക്ക് ഇതിനകത്ത് സഫാരിയിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കിട്ടും കേട്ടോ. വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ ഈ വിസിറ്റ് ചെയ്യുകയാണെങ്കിലുള്ളൊരു ഗുണം ഇതാക്കുക. കാട്ടു രണ്ടാം സൈഡോടെ കാട്ടുപോത്തോ കാട്ടിയ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും നമുക്ക് കാട്ടുപോത്ത് തന്നെ പറയാം. ഓക്കെ, കൂട്ടത്തോടെ എനിക്ക് കണ്ടില്ലേ, അങ്ങോട്ടൊക്കെ ഉണ്ട്. കിടന്നാണ് ഒച്ചയും ബഹളമൊന്നും എടുക്കണ്ട കേട്ടോ. സൈലന്റ് ആയിട്ട് ഇന്ന് ഒച്ചയും ബഹളവും കൂവും ചെയ്തിട്ടാ. ഉണ്ട് അതുവഴി പോയിട്ടുണ്ട്. നമ്മളെ നേരത്തെ നല്ല ചൂരടിച്ചില്ലേ, ആ ചൂരടിച്ചപ്പോഴേ ചീച്ച കിണങ്ങിയിരിക്കുള്ളൂ. ചീച്ച പേടിച്ച് ഉള്ള നീക്കൊന്നും തരാത്തും ഇപ്പം അല്ലാതെ തന്നെ ഉള്ള കൂറാനല്ല ഓതി തീർന്നിട്ടുണ്ട്. നോക്കണം ഇതെവിടെയോ ഞാനിറങ്ങി നോക്കും. എന്താ എവിടെ അതവിടെ പോട്ടെ, നമ്മൾ ആനമുഴി വഴി പോട്ടെ. ഇതൊക്കെ ചവിട്ടി മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. റൂട്ട് പോട്ടെ പിടിച്ച്. ഉപയോഗിക്കാത്ത വഴികൾ, ഇതുപോലത്തെ വഴികൾ അന്ന് അങ്ങോട്ട് പോട്ടെ. മാത്രം വരുള്ളൂ അല്ലേ. എന്താ പൊടിച്ചിട്ടൊക്കെ ഉണ്ടാ പതിയെ പോയാ മതി. ഷിജാക്ക് ആനയെ കാണണം നിർബന്ധമുണ്ടോ? ഇല്ലേ? അയ്യോ പേടിച്ചുപോയി. അയ്യോ അവിടെ കൊടുക്കാം, അവിടെ കൊടുക്കാം. പോത്തുകളുടെ സമ്മേളനം ഉണ്ടല്ലോ, ദൂരം ഉണ്ടെന്ന് നോക്കിയേ. എന്താ ഓടിച്ചില്ലേ? ആനയെ കാണായിരുന്നു. ആന പോയ വഴിയെ പോയിട്ട് ആനയെ കാണാൻ പറ്റില്ല. എന്തായാലും യാസീനോദി ദിക്കറിട്ടൊന്നും ആനയെ കണ്ടില്ല. ഡിന്നർ ഇവിടെയാണോ നോക്കിയേ. ആനീനൊക്കെ വളരെ ശൂന്യത, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അത്ര ചില്ലിട്ട പ്ലേസാണെങ്കിൽ ഭക്ഷണം കഴിയും. അവിടെ ഇരുന്ന ചില്ലല്ലേ കണ്ടാ. എന്തായാലും നല്ല ഡിന്നർ, അടിപൊളി ചിക്കൻ കറിയും നെയ്ച്ചോറും സലാഡും ചപ്പാത്തിയും വെജിറ്റബിളൊക്കെ ആയിട്ട് അടിപൊളി ഫുഡ് കഴിച്ചിട്ടാവാം. കാണുന്ന കോട്ടേജിലാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. അത്യാവശ്യം നീറ്റായിട്ടുള്ള നല്ല സൗകര്യമുള്ള റൂംസാണ്. ഇത് ബ്രൂക്ക് വ്യൂ എന്നാണ് കാറ്റഗറി പെടുന്നതാണ്. പെർ ഹെഡ് 2250 രൂപയാണ് പെർ ഹെഡ് ചാർജ് വരുന്നത്. ഈ മിസ്റ്റ് വാലിയിൽ പല കാറ്റഗറിയിലെ റൂംസ് ഉണ്ട് കേട്ടോ. ഹെറിറ്റേജ് റിസോർട്ട്, ഗ്രീൻ ഹൗസ്, റെഡ് ഹൗസ്, വൈറ്റ് ഹൗസ്, പിന്നെ കരടി ബംഗ്ലാവ്, ഇങ്ങനെയാണ് എൻ്റെ ഇവിടുത്തെ കോട്ടേജുകൾ അവൈലബിലിറ്റി ഉള്ളത്. പിന്നെ ഓരോന്നും ഓരോ താരിഫാണ് കേട്ടോ. ഹെറിറ്റേജിനാണെങ്കിൽ 3500 രൂപയും, ഗ്രീൻ ഹൗസ്, റെഡ് ഹൗസ്, വൈറ്റ് ഹൗസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2750 രൂപയും, കരടി ബംഗ്ലാവ് ആണെന്നുണ്ടെങ്കിൽ 2500 പെർ ഹെഡ് നമ്മൾ കൊടുക്കണം. അതുകൂടാതെ നെല്ലിയാമ്പതി നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്ന ജീപ്പിൻ്റെ
വാടക 3000 റുപ്പീസ് വരും. പിന്നെ ചെക്ക് പോസ്റ്റിൽ പെർ ഹെഡ് 80 രൂപയും അത് കൂടാതെ ജീപ്പിൻ്റെ 100 രൂപയും നമ്മൾ പേ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് കയറി 2 മണിക്കാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരാൻ പറ്റുക. അത് കഴിഞ്ഞ് നമുക്ക് വരുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് ഒരു ചായയും ഒരു സ്നാക്സ് നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ റൂമിലേക്ക് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഒരു നൈറ്റ് സഫാരി നമുക്ക് തരും കേട്ടോ. 1 മണിക്കൂർ, ഒരു 8 മുതൽ 9 മണിയുള്ള നൈറ്റ് സഫാരി കഴിഞ്ഞ് നമുക്ക് ആ ഡിന്നർ ചിക്കൻ കറിയും ചോറും ചപ്പാത്തിയൊക്കെ ഉള്ളൊരു നല്ല ഒരു ഡിന്നറും കഴിച്ച് റൂമിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണം. രാവിലെ നമുക്ക് ഇവിടുന്ന് 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. അതാണ് ഇവിടുത്തെ രീതി. എന്തായാലും ഈ മിസ്റ്റ് വാലി ആംബിയൻസ് ഒരു അടിപൊളിയാണ്. ഒരു കാടിൻ്റെ നടുക്ക് 480 ഏക്കർ വരുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിട്ടോ കൊടുങ്കാടിൻ്റെ നടുക്ക്. 1957 നമുക്ക് ഈ മിസ്റ്റ് വാലി എന്ന് പറയുന്ന ഈ പ്ലാന്റേഷൻ വരുന്നതും ഈ കെട്ടിടങ്ങൾ വരുന്നു കേട്ടോ. നല്ല ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിലും ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാടിൻ്റെ അകത്ത് വളരെ നിശബ്ദമായി നമുക്ക് മൊബൈൽ ഫോണിനൊന്നും റേഞ്ചില്ല. ഇതൊക്കെ നിശബ്ദമായി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെ. ഒരു ബാഗിൽ കരുതാവുന്ന ഒരു ഗ്യാസ് അടുപ്പാണ് കേട്ടോ. ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റവും ഒരു ചെറിയ ബൂട്ടാൻ ഗ്യാസും ഉണ്ടെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് കുക്ക് ചെയ്യാനും ചാളപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം. നിസ്സാരമായ വിലയുള്ളൂ. ബാഗിലൊക്കെ നമുക്ക് ഒതുങ്ങി ചെറിയ ട്രാവൽ ബാഗിലൊക്കെ ഒതുക്കി വെക്കാം. 380 രൂപ നമുക്ക് ഇതുള്ളൂ. ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്താൽ നമുക്കിത് കിട്ടും. നമ്മുടെ മിസ്റ്റ് വാലിയിലേക്ക് ഒന്ന് മോർണിംഗ് വാക്കിന് ഇറങ്ങുന്നതാണ്. ഇറങ്ങി കാണുന്ന കാഴ്ചകളാട്ടോ ഇതൊക്കെ. ഭംഗി നോക്കിയേ, എന്നാ ഫ്രെയിമാന്ന് നോക്കി. വീട്ടില് വേണ്ട നമുക്ക് ടെൻ്റ് ഇട്ട് താമസിച്ചാലോ? അരേ വാ. ഈ മിസ്റ്റ് വാലി എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫർമാർക്കും പരിസ്ഥിതി സ്നേഹികളുടെയും ഒരു സ്വപ്ന സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ രാവിലത്തെ ആ പ്രഭാത സവാരി, കിളികളുടെ കൊഞ്ചലും എല്ലാം കേട്ടുള്ള നടപ്പ്. എന്തായാലും ഞങ്ങൾ വെക്കേറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഞങ്ങൾ തിരിച്ച് പോകാനെല്ലാം റെഡിയായി ജീപ്പ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ പോവുകയാണ്. പോകുന്ന വഴി 2 പ്രോഗ്രാം ഉണ്ട്. കൊല്ലങ്കോട് ഒന്ന് കയറണം, സീതാർകുണ്ട് വാട്ടർഫാൾസൊക്കെ ഒന്ന് കയറേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മിസ്റ്റ് വാലിയിലെ ബ്രൂക്ക് വ്യൂ അടിപൊളി അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ബ്രൂക്ക് വ്യൂ നിന്ന് വിടുവാങ്ങുക കേട്ടോ. ഈ മിസ്റ്റ് വാലി എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫർമാരുടെയും പ്രകൃതി സ്നേഹികളുടെയൊക്കെ ഒരു സ്വർഗ്ഗമാണ് കേട്ടോ. ഏതൊരു പ്രകൃതി സ്നേഹികളുടെയും ഒരു സ്വപ്നം തന്നെ ആയിരിക്കണം മിസ്റ്റ് വാലിയിലേക്കുള്ളൊരു യാത്ര.